ഇന്ന് വന്നിക്കണത് താനൂര് മൂലക്കലുള്ള സെലേറ ഫുഡ് കോർട്ടിൽക്കാണ്. അവിടെ നല്ലൊരു ഐസ്ക്രീം ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇനാഗുറേഷൻ ആണെന്ന്. നമ്മൾ നല്ലൊരു കൊതിയെത്തിപ്പാറും ആയതുകൊണ്ട് അവർ നമ്മളെയും വിളിച്ചത് ഫുഡിൻ്റെ കാര്യമായതുകൊണ്ട് ഒരു മുടക്കില്ല. ഞാൻ അങ്ങോട്ട് എത്തി. അവിടെ ഞാൻ മാറ്റം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുക. അപ്പം പിന്നെ ഓളി മാറ്റിക്കൊടുത്ത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാ. ഐസ്ക്രീം ഷോപ്പ് അന്നപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ സ്കൂപ്പും പിന്നെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ടാവുള്ളൂന്ന്. അങ്ങനല്ല, ഇവിടെ നല്ല തവ ഐസ്ക്രീം, പിന്നെ പല പല ഫ്ലേവറിലുള്ള സ്കൂപ്പ് ഐസ്ക്രീം, പിന്നെ സ്നോ ഐസ്ക്രീം, പോപ്കോണ്, പിന്നെ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ബബിൾ ടീ, പല പല വെറൈറ്റി ജ്യൂസസ്, എന്തൊക്കെ ഇനി വേണോ അതൊക്കെ പിന്നെ ഉണ്ട് അവിടെ. തവ ഐസ്ക്രീം അത് നമ്മൾ ശരിക്കും ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതിന് റോൾ ഐസ്ക്രീം എന്നും പറയും. ഫസ്റ്റ് ഞാൻ അക്കാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു അടപടലും സൂക്ഷിച്ചൊന്നവിടെ നോക്കി. കുത്തണ്, അടിക്കണ്, പരത്തണ്, കണ്ട് നീർത്തണ്, പിന്നെ അങ്ങോട്ട് മടക്കണ്. അങ്ങനെ അതിൻ്റെ എല്ലാ ABCD നല്ലോണം നോക്കി. പിന്നെ അതൊന്ന് കഴിച്ച് നോക്കി. ടേസ്റ്റ് നമ്മൾ അറിയണമല്ലോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അടിപൊളി സാധനമാണ്. എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എയ്സൂന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടിരിക്കണം. പക്ഷെ അവൾക്കിപ്പോൾ അത് കുറേ കൊടുത്താൽ നമ്മളെ പെരുന്നാളൊക്കെ ഔലും കഞ്ഞിയാവും. അപ്പോൾ അടുത്ത കലാപരിപാടി ഇൻ്റെതാണ്. നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു തവ ഐസ്ക്രീം. അപ്പം ഞാനുണ്ടാക്കി ഒരു കിറ്റ്കാറ്റ് തവ ഐസ്ക്രീം റോള്. അങ്ങനെ കിറ്റ്കാറ്റ് നമ്മൾ ആ തണുത്തെന്തോ വട്ടത്തിലുള്ള സാധനത്തിൽ അങ്ങോട്ട് വെച്ച് രണ്ട് കോലുണ്ട് കുത്തി 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 അതിനെ പൊടിയൊക്കെ ഉണ്ട് എടുത്ത്. അത് നല്ലോണം കുത്താനുള്ളൊരു ട്രിക്ക് അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആരോടെങ്കിൽ വല്ല വൈരാഗ്യം, അഞ്ഞിപ്പോൾ മുൻ ശത്രുക്കൾ, അഞ്ഞിപ്പോൾ നമ്മളോട് ശത്രുത ഉള്ള ആരെങ്കിലും മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചും കൊണ്ട് രണ്ട് ഉള്ളി പോലത്തെ ഒക്കെ എന്തോ സാധനമാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതങ്ങോട്ട് രണ്ട് കയ്യിലും പിടിച്ച് കൈയൊക്കെ ഒന്ന് അങ്ങോട്ട് കയറ്റി ഒന്ന് നല്ല ആഞ്ഞങ്ങോട്ട് കുത്തുക. 4-5 കുത്തുമ്പോഴത്തേന് അതിൻ്റെ പരിപ്പ് ഏകദേശം അളകും. പിന്നെ നമ്മൾ ശത്രുക്കളെയാണ് മനസ്സിൽ ധ്യാനിച്ചിരിക്കണത്. കുത്തി കുത്തി കൊടലുമാല വരെ അങ്ങോട്ട് കുത്തുക. പിന്നെ ലാസ്റ്റ് പരത്തണം. പിന്നെ വേഗം കുത്തി അടിയിൽ നിന്ന് കോരിയിട്ടെങ്കിൽ അതൊക്കെ കൂടെ അവിടെ ഉണ്ട് ഒട്ടിപ്പിടിക്കും. അതൊക്കെ ഒന്ന് പ്രത്യേകം നോക്കിക്കോളി. അതവിടുന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇമ്മ എണ്ണ വയ്ക്കാതെ ചുട്ട ദോശൻ്റെ കോലാവും. അതിനൊന്നും നമ്മൾ നിൽക്കണ്ട. ഫസ്റ്റ് നമ്മളതൊന്ന് നല്ല ഇടിച്ച് പരത്തി പിന്നെ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസും സിറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒഴിച്ച് അതൊന്നും കൂടെ എന്നാണ്ട് കുത്തി പിന്നെ പരത്തിനൊക്കെ അത് നമ്മൾ ഒരുക്കി ഇട്ടിട്ട് കാര്യം ഞാൻ പരത്തിയാണെങ്കിൽ അതിൻ്റെ എല്ലാം തോലും പോലും ബാക്കി ഉണ്ടാവില്ല. ഒക്കെ കൂടെ അവിടെ കൊണ്ട് ഒട്ടിപ്പിടിക്കും. പിന്നെ റോൾ ചെയ്യുന്നത് അതും അവർക്കണ്ട് കൊടുത്തിക്കണം. ഞാൻ റോൾ ചെയ്താൽ പിന്നെ തവക്ക് കൂടെ അൽഫാമാവും. വെറുതെ എന്തിനാ ആ പണിക്ക് നിൽക്കണത്. അങ്ങനെ കാക്ക അതിൻ്റെ മട്ടം പോലെ എല്ലാം ചുരണ്ടി പരത്തി എടുത്ത് അതൊന്നും കൂടെ 4-5 കുത്തും അതിനകത്തേക്ക് കണ്ട് കൊടുത്ത് അങ്ങനെ നല്ല ഉഷാറാക്കി ഒന്ന് അങ്ങോട്ട് പരത്തി അതിൻ്റെ മുക്കും മൂലൊക്കെ നല്ല പെർഫെക്ഷനിൽ അത് നല്ലോണം അങ്ങോട്ട് എടുത്ത് ഞമ്മക്ക് നല്ല പോലെ റോൾ ചെയ്ത് അങ്ങോട്ട് തരും. അതിങ്ങനെ കാണുമ്പോൾ തന്നെ പ്രത്യേക രസമാണ്. അത് ഉണ്ടാക്കണത് കാണാൻ തന്നെ, അത് റോൾ ചെയ്യണത് കാണാൻ അതിലേറെ രസമാണ്. അങ്ങനെ അതാക്കാക്ക നല്ലോണം കണ്ട് പരത്തി പിന്നെ ചോക്ലേറ്റ് സിറപ്പ് അത് പിന്നെ ഒന്നും കൂടെ ഞാനങ്ങണ്ട് ഒഴിച്ച് ആ ചോക്ലേറ്റ് സോസ് നമ്മളെ ഫേവറേറ്റ് ആണ്. അതിന് നല്ലൊരു ഫ്ലേവർ. അപ്പം അത് കുറച്ചധികം തന്നെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ അതിനൊന്ന് നല്ലോണം അങ്ങോട്ട് വരഞ്ഞ് ഞമ്മക്ക് ചിക്കനും മീനൊക്കെ വരിയാനേ അറിയുള്ളൂ. ഐസ്ക്രീം വരിയാനൊന്നും ഇപ്പം ഞമ്മക്കറിയില്ല. വരച്ചിലാക്കാണ്ട് വരഞ്ഞ് അതിനെ നല്ല ഉഷാറായിട്ട് കണ്ടില്ലേ റോൾ ചെയ്യണത്. അത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എടുത്തങ്ങോട്ട് പാത്രത്തിൽ കിടണം. അത് എടുക്കണത് ചില്ലറ പണിയൊന്നുമല്ല. 5 സെക്കൻഡ് തെറ്റിയാൽ അത് ആ സാധനത്ത് കൊണ്ട് ഒട്ടിപ്പിടിക്കും. പിന്നൊരു വിധത്തിലൊക്കെ നമ്മൾ ആ സാധനം കൊണ്ട് എടുത്ത് ആ സാധനം കൊണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണെന്ന് എൻ്റെ വിചാരം. അത് ഇതോടണ്ട് പൂതിയിട്ട് ഒരു വിധത്തിൽ പാത്രത്തിൽ നമ്മൾ ഉരുട്ടിയതൊക്കെ കണ്ട് വെച്ച് പിന്നെ കുറച്ച് ചോക്ലേറ്റ് സോസ് വീണ്ടും മേലെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് പിന്നെ ടോപ്പിങ്സിനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. വേഫിൾസ് ഉണ്ടായിരുന്നു, പിന്നെ
ജംസ് ഉണ്ടെന്ന്, പിന്നെ ഷുഗർ ബോൾസ് ഉണ്ടെന്ന്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കുറച്ചധികം മേലൊക്കെ അങ്ങോട്ട് ഇട്ട് നിനക്ക് അടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ ആ കിറ്റ്കാറ്റിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് അടിപൊളി ടേസ്റ്റേന്ന്. അങ്ങനെ കലാപരിപാടികളൊക്കെ തീർന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയ തവ റോൾ ഐസ്ക്രീമും എടുത്ത് ഒരു സ്പൂണും കുത്തി പിടിച്ചിങ്ങാണ്ട് അവിടുന്ന് കണ്ട് ഇറങ്ങി. ഇഞ്ഞാണ് ടേസ്റ്റ് ചെയ്യല്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സംഗതി എന്താണെന്നറിയില്ല, ഉഷാറ് ടേസ്റ്റ്. കിറ്റ്കാറ്റ് വേറെ ആരും ഉണ്ടാക്കിയത്, പിന്നെ പാല്. എന്തായാലും കുത്തിയതൊക്കെ നമ്മളല്ലേ, അപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനം തന്നെയല്ലേ. സംഗതി ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. ആ വേഫിൾസൊക്കെ ആ ഐസ്ക്രീമിൽ കുത്തിങ്ങാണ്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റേന്ന്. ഇവിടെ വന്നപ്പോൾ ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നിങ്ങളും പോയി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണ്ടേ. ഇവിടെ ഞാൻ ഉണ്ടാക്കാനെങ്കിലും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെന്താ പേടിക്കാൻ, നേരെ ചെല്ലുക, നല്ല നല്ല ഐസ്ക്രീംസ് ഒക്കെ അവിടുന്ന് ടേസ്റ്റ് ചെയ്യുക. പിന്നെ അവിടുന്ന് ഇത് മാത്രമല്ല, ഈ വരുന്ന കണ്ടില്ലേ, എന്താ കൊറിയൻ വെറൈറ്റി ആണല്ലോ, സ്നോ ഐസ്ക്രീം. സംഗതി എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ആൽമണ്ട് ഇട്ട ഐസ്ക്രീം കൂപ്പ് ഉണ്ട്, പിസ്ത ഉണ്ട്, വാനില ഉണ്ട്, പിന്നെ പല 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 ഫ്ലേവേഴ്സും ഉണ്ട്. പിന്നെ അവിടെ എരിവ് ഐറ്റംസ് കുറച്ചൊക്കെ ഉണ്ട്. ഞമ്മക്ക് പൊതുവെ മധുരത്തിനോടാണ് കുറച്ച് ഹുങ്ക് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ മധുരം തന്നെ കുറച്ചധികം കണ്ട് കഴിച്ച്. അപ്പം ആരും മറക്കണ്ട, താനൂര് സെലേറ ഫുഡ് കോർട്ടിൻ്റെ വലിയൊരു ബോർഡ് ഉണ്ടാവും. അത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറുക. അവിടെ നല്ല ക്യാൻഡി കളേഴ്സിലൊരു ഷോപ്പ് ഉണ്ടാവും. അതാണ് നമ്മളെ ബഫോണേ. അവിടെ എത്തിയാൽ ഹിബൂസ് എന്നിവിടെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഏതാണോ ഐസ്ക്രീം ചൂസ് ചെയ്യണത് അത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ അങ്ങോട്ട് തരും. അപ്പം നിങ്ങളത് നല്ല ഉഷാറായിട്ട് കഴിക്കുക. ഫീഡ്ബാക്ക് അവരോട് പറയുക. അവരോട് മാത്രമല്ല, എന്നോടും പറയണം. പിന്നെ നമ്മൾ കുറേ മധുരം കഴിച്ചില്ലേ, അപ്പം നല്ലൊരു എരൂലങ്ങോട്ട് നിർത്താം. നല്ലൊരു പോപ്കോണും കഴിച്ച് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇനി നേരെ പെര അങ്ങോട്ട്